ഗൾഫ് മേഖലയിലെ അടുത്ത വലിയ സംഘർഷത്തിന് സാധ്യത. ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഇന്റർനെറ്റ് ശൃംഖല നിശ്ചലമാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങളെ ഗുരുതരമായി തന്നെ ബാധിച്ചേക്കും. പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അശാന്തിയുടെ കൊടുമുടിയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ഗൾഫ് മേഖലയെ ശരിക്കും പറഞ്ഞാൽ താറുമാറാക്കിയ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അടുത്ത വലിയ സംഘർഷം ഇതാ ഇപ്പോൾ വരാനിരിക്കുകയാണ്. എണ്ണയോ കപ്പൽ ഗതാഗതമോ കേന്ദ്രീകരിച്ചല്ല ഇനിയുള്ള യുദ്ധം, മറിച്ച് സമുദ്രത്തിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകളെ ലക്ഷ്യമിട്ടായിരിക്കും അടുത്ത യുദ്ധമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന സമുദ്രത്തിനടിയിലെ ഡാറ്റാ കേബിളുകളെ ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ അടുത്ത നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡാറ്റാ കേബിളുകൾ ആകസ്മികമോ മനഃപൂർവ്വമോ തകരാറിലാക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കുന്നത് ശരിക്കും പേർഷ്യൻ ഗൾഫിലുടനീളം തടസ്സങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ കേബിളുകൾ പൊട്ടുകയാണെങ്കിൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബാധിക്കുന്ന പ്രാദേശിക ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 17% മുതൽ 30% വരെ ഈ ലൈനുകൾ വഹിക്കുന്ന ഒന്നാണ്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പിന്തുണയുള്ള UAEയിലെയും സൗദി അറേബ്യയിലെയും വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബുകൾ ഈ കേബിളുകളെയാണ് ആശ്രയിച്ചു പ്രവർത്തിക്കുന്നത്. ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും കേന്ദ്ര ബിന്ദുവാണ് ഈ കേബിളുകൾ. ഇമെയിലുകൾ മുതൽ ക്ലൗഡ് സേവനങ്ങൾ വരെ ഈ അണ്ടർ വാട്ടർ നെറ്റ്വർക്കിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് ഒമാൻ, UAE, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള നിലവിൽ സംഘർഷ മേഖലയോട് ചേർന്നുള്ള നിരവധി രാജ്യങ്ങളിലെ ലാൻഡിംഗ് സ്റ്റേഷനുകൾ വഴിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ഉപഭോക്താക്കളിൽ ഒന്നായ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ കണക്ഷനുകളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്ന ഒന്നുകൂടിയാണിത്. ഈ കേബിളുകളിലെ തടസ്സം ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്ക് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതിനും ക്ലൗഡ് സേവനങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കാനും കാരണമാകും. കൂടാതെ കടലിനടിയിലെ കേബിളുകൾ നിരീക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും അങ്ങേയറ്റം പ്രയാസകരമായ ഒന്നു തന്നെയാണ്. ഒരു ചെറിയ കേടുപാട് സംഭവിച്ചാൽ പോലും വൻതോതിലുള്ള ഡാറ്റ കൈമാറ്റം തടസ്സപ്പെടുകയും സാമ്പത്തിക മേഖലയെയും വാർത്താവിനിമയ ശൃംഖലകളെയും ബാധിക്കുന്ന ഒന്നു തന്നെയാണിത്. നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട ഭീഷണികളില്ലെങ്കിലും നിത്യജീവിതത്തിന് അത്യാവശ്യമായ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എത്രത്തോളം അപകടാവസ്ഥയിലാണെന്ന് ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും ഈ മുന്നറിയിപ്പിനെ കേവലം ഒരു നിരീക്ഷണമായല്ല, മറിച്ച് ഒരു തന്ത്രപരമായ സൂചനയായാണ് ഇറാൻ ഇന്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.